കൂടി വലിയ സാവകാശത്തിനായിട്ട് കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്തു. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലേ? സ്തോത്രം. പ്രധാനമായിട്ടൊരു 3 കാര്യത്തെയാണ് ഇവിടെ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ പരീക്ഷിപ്പിക്കും, എക്സാമിൻ ചെയ്യുക. നമ്മൾ ഫെയ്ത്തിലാണോ, നമ്മൾ വിശ്വാസത്തിലാണോ എന്ന്. 2, നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നിങ്ങളെ തന്നെ ശോധന ചെയ്യും, ടെസ്റ്റ് യുവർ സെൽഫ്. ആൻഡ് അടുത്തത്, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്ന്, ക്രൈസ്റ്റ് ഈസ് ഇൻ യു ഓർ നോട്ട്, കർത്താവ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും എന്ന 3 കാര്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ഈ പകൽക്കാലത്ത് മേ ബി ഇതൊരു ടീച്ചിങ് പോലെ പോകാം. പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യട്ടെ. അപ്പോൾ തന്നെ ഈ വചനത്തിന്റെ വലിയ ക്രിയകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കും. എക്സാമിൻ യുവർ സെൽഫ് വെദർ യു ആർ ഇൻ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? നമ്മളെല്ലാവരും ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഞാൻ വിശ്വാസി ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചില മാനദണ്ഡങ്ങളുണ്ട്. നമുക്കറിയാം, വർഷം തോറും ആളുകൾ മെഡിക്കൽ ചെക്കപ്പിന് പോകാറുണ്ട് അല്ലേ? സ്തോത്രം. അവരുടെ ബോഡിയുടെ കണ്ടീഷൻ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഒരു 40+ ഒക്കെ ആയി കഴിയുമ്പോൾ എവറി ഇയർ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. കാരണം ഒരുപാട് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ഹിഡൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കുന്ന സമയം. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബോഡി ഫിറ്റായിരിക്കാൻ സഹായിക്കും. നമ്മൾ എന്ന് പറയുന്നത് അതുപോലെ കുഞ്ഞുങ്ങളാണ് ഈ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ അവർക്ക് ഓരോ സെമസ്റ്റർ ബേസ്ഡ് എക്സാം ഉണ്ട്. അവർ പ്രോഗ്രസ് ആകുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കൂൾ നടത്തുന്ന ഒരു സ്കെയിൽ ഓഫ് എന്താ പറയുക എക്സാമിനേഷൻ ഉണ്ട്. അത് അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ടെസ്റ്റിംഗ് പ്രോസസ്സ് ഈ ഭൂമിയിൽ പല ഇടങ്ങളിൽ നമുക്ക് പല രീതി കാണാൻ സാധിക്കുന്നത്. എന്നാൽ സ്പിരിച്വലി, ആത്മീകമായിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ക്രിസ്തുവിലാണോ, നമ്മൾ വളരുന്നുണ്ടോ, അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ തോത് എനിക്ക് ഇപ്പോഴുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്റെ വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടോ? പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഫയർ, അതായത് തീച്ചൂളയുടെ അനുഭവങ്ങൾ പൊന്തി വന്നപ്പോൾ എന്റെ വിശ്വാസത്തിന് എവിടെയെങ്കിലൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടോ? സംഭവിക്കാം, കാരണം നമ്മൾ മനുഷ്യരാണ്. എന്നാൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ വിധേയരാകുമ്പോൾ സ്തോത്രം, നമുക്ക് കയറി വരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുമ്പോൾ, ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. വേറെ ആരെ പരീക്ഷിക്കാനല്ല പറയുന്നത്. നമുക്ക് ഇറ്റ് ഈസ് ഈസി ഫോർ അസ്, നമുക്ക് മറ്റുള്ളവരെ പരീക്ഷിക്കാനും, മറ്റുള്ളവർ വിശ്വാസത്തിലാണോ, മറ്റുള്ളവർ വീഴുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് പരീക്ഷിച്ചറിയുന്ന ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, സ്തോത്രം, മറ്റുള്ളവരെ പറയാനും വിധിക്കാനും നടക്കുന്ന ഒരു സമയത്ത് അത് നമ്മൾ കർത്താവിൽ വിശ്വാസത്തിലാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ച ഒറ്റൊരു കാര്യം, സ്തോത്രം, ഹല്ലേലൂയ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. കർത്താവേ, വിശ്വാസം വർദ്ധിക്കുവാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തന്നെ. അവരുടെ പ്രാർത്ഥന അതായിരുന്നു. കാരണം ഈ വിശ്വാസമില്ലാതെ ക്രിസ്തീയ ഗോളത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായിട്ടുണ്ടെങ്കിൽ അവന്റെ വോക്ക് എന്ന് പറയുന്നത് ഇൻ ഫെയ്ത്ത് ആണ്, നോട്ട് ഇൻ സൈറ്റ്. അതാണ് യഥാർത്ഥ ക്രിസ്തീയ നടപ്പെന്ന് പറയുന്നത്, വിശ്വാസത്തിലുള്ള നടപ്പ്. കർത്താവിലാണോ? സ്തോത്രം. നമ്മൾ പരിശോധിക്കണം, ഞാൻ നടക്കുന്നത് വിശ്വാസത്തിലാണോ? ആമേൻ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. എനിക്ക് ചില ഫൗണ്ടേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടല്ല, എനിക്ക് ചില സാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടല്ല. സ്തോത്രം. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ നടപ്പ് വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ സ്തോത്രം, ഏത് അസാധ്യമായ കാര്യങ്ങളുടെ മധ്യയും നടക്കുവാനുള്ള പവറും അതോറിറ്റിയും ശക്തിയും നമ്മളിൽ വസിക്കുന്ന ക്രിസ്തു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇതിന്റെ അല്പം കൂടി ഡീപ്പായിട്ട് പോകാൻ ആഗ്രഹിക്കുക. സ്തോത്രം. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അസാധ്യങ്ങളെ ചവിട്ടുവാൻ നിങ്ങൾ ഭയപ്പെടുകയില്ല. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ശത്രു അയക്കുന്ന തീ അമ്പുകളെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ട് നിരാശപ്പെട്ട് നിലവിളിക്കത്തില്ല. ഈ സെൽഫ് പിറ്റി എന്ന് പറയുന്ന സംഭവം എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയാമോ? ഈ വിശ്വാസം നമ്മളിൽ കുറയുമ്പോഴാണ്. കർത്താവെ, ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് വൈ ലോർഡ്, എനിക്ക് മാത്രം എന്താ കർത്താവെ? എന്റെ ലൈഫ് ഞാൻ ഇത്രമാത്രം കർത്താവിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കർത്താവെ സ്തോത്രം, ഞാൻ ആരാധനയ്ക്ക് വരുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഉപവസിക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്താ കർത്താവെ ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല? പ്രശ്നങ്ങൾ മാറിയിട്ട് എന്റെ ലൈഫിനൊരു മാറ്റമില്ല. സ്തോത്രം. കർത്താവ് ഇത് കാണുന്നില്ലേ? സ്തോത്രം. അത് ഞാൻ ഉൾപ്പെടെ നമ്മൾ പലപ്പോഴും ദൈവസേന ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ അത് തെറ്റാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മറന്നു പോകുന്ന കാര്യമുണ്ട്. ഞാൻ ആരാ ക്രിസ്തുവില്? എന്റെ റെക്കഗ്നേഷൻ എന്താ? നമ്മുടെ ഐഡന്റിറ്റി മറന്നിരിക്കുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം ചോദിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്, നമ്മൾ നമ്മളിലോട്ട് മാറുന്നത് അപ്പോഴാണ്. ഞാൻ ക്രിസ്തുവിൽ ആരാണ്? സ്തോത്രം. ക്രിസ്തുവിൽ ആരാണ്? എനിക്ക് ഒത്തിരി വചനം എടുത്ത് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓടിച്ചു പറയുക. സ്തോത്രം. ഞാൻ ക്രിസ്തുവിൽ ആരാ? സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ ആരാണ്? ഹു ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഐഡന്റിറ്റി. ഒരാഴ്ച മുമ്പ് ജോഷി പാസ്റ്റർ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിച്ചിരുന്നു. ആമേൻ. ഹല്ലേലൂയ. നോ യുവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. അതായത് 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെയാ പറയുന്നത്, ഇൻ ക്രൈസ്റ്റ് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17 പറയുക. ജോൺ ചാപ്റ്റർ 1:12 പറയുന്നു, ഹല്ലേലൂയ, അതായത് യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ഒരു ക്രിസ്തുവിന്റെ പൈതലായിട്ട് മാറുക. നീ ക്രിസ്തുവിന്റെ പൈതലാ. ഹല്ലേലൂയ. പിന്നെ നമ്മളുടെ അപ്പനും അമ്മയ്ക്കും ഉള്ളേക്കാൾ അവകാശം ക്രിസ്തുവിനാന്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ മാറോട് ചേർക്കുവാൻ, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നമ്മളെ അറിയേണ്ടവണ്ണം അറിയുന്ന ഒരു അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. വി ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. അടുത്തത് സ്തോത്രം. എഫേസ്യർ 1:7 ഇങ്ങനെ പറയുന്നത്, സ്തോത്രം, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാപങ്ങൾക്കുള്ള പരിഹാരം, ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. പിന്നെ നമ്മൾ പാസ്റ്റിൽ ജീവിക്കേണ്ടവരല്ല. പാസ്റ്റ് അല്ല പറയേണ്ടത് നമ്മൾ ആരാണെന്ന്. കഴിഞ്ഞകാല ജീവിതമല്ല, കഴിഞ്ഞകാല ജീവിതത്തിലെ ഡെഫിനിഷൻസ് അല്ല നമ്മളെ നിർണയിക്കേണ്ടത് ഹൂ വി ആർ എന്നുള്ളത്. മറിച്ച് സ്തോത്രം, യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. ആമേൻ. യേശുവിന്റെ രക്തത്തിന്റെ വിലയാണെന്ന് ലോകം നമ്മളെ മനസ്സിലാക്കിക്കും. മറ്റുള്ളവർ പിശാചുകൾ കൊണ്ട് ഓടാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരണം നമ്മൾ ചെറിയ ആൾക്കാരല്ല. യേശുവിന്റെ രക്തത്തിന്റെ അവകാശമാണ് നമ്മൾ. യേശുവിന്റെ രക്തത്തിന്റെ വിലയാ. അതുകൊണ്ട് ആ വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കുന്നവന്, ആ ഫോർഗീവ്നെസ്സിന്റെ വില മനസ്സിലാക്കുന്നവന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. അടുത്തൊരു പോയിന്റൂടെ പറയാം. 1 പത്രോസ് 2:9 ഇങ്ങനെ പറയുന്നു, കർത്താദാസൻ പ്രസംഗിച്ചതാ. സ്തോത്രം. നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ജനറേഷനാണ്. സ്തോത്രം. ഒരു രാജകീയ പുരോഹിത വർഗമാണ്, സ്വന്തം ജനമാണ്. സ്തോത്രം. ഹാലയിൽ. കാരണം ഇതൊന്നും ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കുന്നതല്ല. കാരണം കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. അനേകരുണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എന്റെയൊക്കെ ഫാമിലിയിൽ നിന്ന് എത്രയോ പേരുണ്ടായിരുന്നു കർത്താവെ, പക്ഷെ അങ്ങ് എന്റെ കൊച്ചു ഫാമിലിയെ കണ്ടല്ലോ. അതെനിക്കതങ്ങ് ഓർക്കുമ്പോ എന്റെ ഹൃദയം എനിക്ക് ഭയങ്കര സന്തോഷത്താൽ നിറയും. എന്റെ ഫാമിലിയെ കർത്താവ് കണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കി. ആ സ്നേഹത്തിന്, ബിക്കോസ് നമ്മൾ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുത്ത് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. സ്തോത്രം. അടുത്തതായിട്ട് റോമർ 8:37 പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ സ്തോത്രം, കർത്താവ് നമ്മെ വി ആർ മോർ ദാൻ കോൺകറേഴ്സ് ത്രൂ ഹിം ഹു ലവ്ഡ് us. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച സ്നേഹ നിമിത്തം നാം ദൈവത്തെ എന്താ പറയാ, ജയിക്കുന്നവരാ, നമ്മൾ കീഴടക്കുന്നവരാ. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹ നിമിത്തം സകലത്തെയും കീഴടക്കുവാൻ, സകലത്തെയും ജയിക്കാനായി വിളിക്കപ്പെട്ടവരാ. സ്തോത്രം. കോൺകറേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പിൽ യുദ്ധങ്ങളുണ്ട്, ബാറ്റിൽസ് ഉണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ
കീഴടക്കിയ ഒരുത്തൻ, സകലത്തെയും ജയിച്ച ഒരുത്തൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ്? സ്തോത്രം, കീഴടക്കുന്നവരാ, സകലത്തെയും ജയിക്കുന്നവരാ, പ്രതിസന്ധികളിൽ ജയം മാത്രം, ജയക്കൊടി ഉയർത്തുന്നവരാ. ഈ ഒരു വിശ്വാസം നമ്മളുടെ ഉള്ളിലോട്ട് കയറണം. സ്തോത്രം. അങ്ങനെ നാം കർത്താവിൽ നാം ആരാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാൻ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രധാനമായിട്ട് പറയേണ്ട കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞ എക്സാമിൻ യുവർസെൽഫ്. അതായത് നിങ്ങളെ തന്നെ പരിശോധിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം എന്നിലുണ്ടോ? സ്തോത്രം. ക്രിസ്തു യഥാർത്ഥമായിട്ട് എന്നെ വസിക്കുന്നുണ്ടോ? സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം കാണുമ്പോൾ എനിക്ക് അതിനോട് സ്നേഹമുണ്ടോ? കൂട്ടായ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് അതിനോട് ഒരു പാഷൻ ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രസൻസിന് വേണ്ടി മറ്റെന്തിലും ഉപരിയായിട്ട് നമ്മൾ ഇന്ന് രാവിലെ പാടിയ പോലെ യേശു മാത്രം, യേശു മാത്രം എന്റെ പ്രിയനെ പോലെ സുന്ദരനായിട്ട്, എന്റെ പ്രിയനെ പോലെ എന്നെ കരുതുന്നവനായിട്ട് ഇത് ഈ ലോകത്തിൽ മറ്റാരുമില്ല, മറ്റേതുമില്ല എന്നുള്ള ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നുണ്ടോ? സ്തോത്രം. അതോ മറ്റെന്തെങ്കിലുമൊക്കെ ആണോ നമ്മളെ പിടിച്ചു വലിക്കുന്നത്? സ്തോത്രം. അതോടൊപ്പം തന്നെ ക്രിസ്തുവിലാണെങ്കിൽ ആത്മാവിന്റെ ഫലം തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാകും. ഹല്ലേലൂയ. പലരും കർത്താവിന്റെ അടുത്ത് വന്നിട്ട്, കർത്താവെ ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. കർത്താവ് പറയും, അവരെ നോക്കി പറയും, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആ ഒരു ഗണത്തിൽ പെടാനാണോ ദൈവം നമ്മെ വിളിച്ചത്? സ്തോത്രം. നോ. ക്രിസ്തുവിന്റെ ഫലത്താൽ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളിലുള്ള ഫലങ്ങളാൽ നിങ്ങൾ ആരെന്ന് വെളിവാകും. സ്തോത്രം. അത് ഫലം എന്ന് പറയുമ്പോൾ ഗലാത്യർ 5:22 പറയുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, ആത്മാവിന്റെ ഫലമോ സ്നേഹ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, പരസ്പര വിശ്വാസം, ഹല്ലേലൂയ, സൗമ്യത, ഇതെല്ലാം ഇങ്ങനെയുള്ള ഫലങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ, ഇതെല്ലാം നമ്മളിൽ പല സമയങ്ങളിൽ ഉയർന്നു വരുന്നുണ്ടോ? ഹല്ലേലൂയ. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കുന്നുണ്ടോ? ഇതിനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം, നമ്മൾ ക്രിസ്തുവിൽ തന്നെയാണ്. അതല്ല, നമ്മൾ എവിടെങ്കിലൊക്കെ നാം ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട സമയമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ടെസ്റ്റ് യുവർ സെൽഫ്. ഹല്ലേലൂയ. നമ്മെ തന്നെ ശോധന ചെയ്യണം. കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവെ, എന്നെ ഒന്ന് പരിശോധിക്കണമേ. എനിക്ക് ഈ വിശ്വാസത്തിൽ, എന്റെ വിശ്വാസത്തിന്റെ ലെവൽ അല്പം കൂടി മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഹല്ലേലൂയ. അതിന്റെ മൂന്നാമത്തെ പോയിന്റ് പറയും, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരിക. അതായത് ക്രിസ്തുവിലല്ല എങ്കിൽ നമ്മൾ ആരാ? കൊള്ളരുതാത്തവരാ, ഒന്നിനും കൊള്ളില്ലാത്തവരാ. പക്ഷെ ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ കൊള്ളാകുന്നവരാ. സ്തോത്രം. എന്തിനൊക്കെയോ വേണ്ടി ദൈവം നമ്മളെ കണ്ടിട്ടുള്ളതാ. വെറുതെ അല്ല കർത്താവ് ആരെയും വിശ്വാസ ജീവിതത്തിലോട്ട് വിളിച്ചത്. അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. എന്തൊക്കെയോ പദ്ധതികൾ, എന്തൊക്കെയോ പർപ്പസ്, എന്തൊക്കെയോ കർത്താവ് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കൊരു ജോലിക്ക് ഓരോരുത്തർ സെലക്ട് ചെയ്യുമ്പോഴും അവരുടെ യോഗ്യത നോക്കിയിട്ടാ. സ്തോത്രം. പക്ഷെ ഇവിടെ ഒരു യോഗ്യതയും നോക്കാതെ തമ്പുരാൻ നമ്മെ സെലക്ട് ചെയ്തത് സ്വർഗത്തിലെ എന്തൊക്കെയോ പെർസ്പെക്റ്റീവ് വെച്ചിട്ടാ. ചില ഹെവൻലി പെർസ്പെക്റ്റീവിൽ കർത്താവ് നമ്മളെ സെലക്ട് ചെയ്തിരിക്കുക, വലിയ പദ്ധതികൾക്കായിട്ട്, പ്ലാനുകൾക്കായിട്ട്. സ്തോത്രം. അതുകൊണ്ട് യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. കർത്താവ് എന്റെ കൂടെയുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിയുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ. ഹാലയിൽ ഞാൻ ആരാണ്? ക്രിസ്തുവിൽ. അതുകൊണ്ട് എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ച് ഞാൻ ജീവിക്കും. ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കും. പ്രയാസങ്ങൾ വരുമ്പോൾ എന്റെ ഫീലിങ്സ് എന്നോട് പറയുന്നതല്ല ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ ഇമോഷൻ എന്നോട് പറയുന്നതല്ല അത് എപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് എന്താ പറയാ, സ്തോത്രം, എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഭവം. പക്ഷെ ഫെയ്ത്ത് പറയുന്നത് ഈ വചനവുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മുന്നേറാൻ നിൽക്കുന്നതാണ് ഫെയ്ത്തിലുള്ള ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫാണ്, സ്തോത്രം, യഥാർത്ഥമായിട്ട് വിജയം കൊണ്ടുവരുന്ന ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ സകലത്തെയും ജയിക്കുന്നവനാ. സ്തോത്രം. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ എനിക്ക് ജയമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നമ്മെ തന്നെ ഓണസ്റ്റ്ലി നമ്മളൊന്ന് പരിശോധിക്കണം. സ്തോത്രം. ഏതെങ്കിലും ഏരിയയിൽ കർത്താവ് ഒരു മാറ്റം നമ്മളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മെ ശോധന മറ്റാരേക്കാൾ ഉപരി നമുക്ക് നമ്മളെ അറിയാം, അല്ലെ? സ്തോത്രം. ഏറ്റവും അധികം നമുക്കാണ് നമ്മളെ അറിയാൻ സാധിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതലായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. ദൈവത്തിന്റെ പൈതലായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു സിംഹത്തിന്റെ കുട്ടിയായിട്ട് തന്നെ ജീവിക്കണം. ഒരിക്കലും അതിനൊരു പൂച്ചയുടെ കുട്ടിയെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല. സിംഹത്തിന്റെ കുട്ടി ജീവിക്കുന്ന സിംഹത്തിന്റെ കുട്ടിയായിട്ടാ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതൽ ജീവിക്കേണ്ടത് ദൈവത്തിന്റെ പൈതലായിട്ടാ. സ്തോത്രം. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, എന്റെ പാപങ്ങൾക്കെല്ലാം വേണ്ടി കർത്താവ് മരിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ഇനി ജീവിക്കുന്നത് ആ പാപത്തിൽ നിന്ന് ഫ്രീ ആയിട്ടാ.
വീണ്ടും ആ പാപത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. ആ വോക്ക് ഇൻ ഫ്രീഡം, ആ ഫ്രീഡം ആസ്വദിച്ചുകൊണ്ട് ഗലാത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അടിമ നുഖത്തിലായ നിങ്ങളെ വിടുവിച്ചെങ്കിൽ വീണ്ടും അതിൽ ജീവിക്കാൻ ഇടവരരുത്. സ്തോത്രം. അതിന്റെ പാപത്തിന്റെ ഭാരമേറിക്കൊണ്ട് ആ നുഖം വഹിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വോക്ക് ഇൻ ഫ്രീഡം, ആ ഫ്രീഡം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. സ്തോത്രം. അടുത്തത് മെയിൻ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കർത്താവിലാണെങ്കിൽ വോക്ക് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ജീവിക്കുക. കാണാത്ത കാര്യങ്ങളെ വിശ്വാസം എന്ന് അവിടെയാണ്. സ്തോത്രം. വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എബ്രായർക്ക് ലേഖനം 12:1 പറയുന്നുണ്ട്. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ സ്തോത്രം ഹല്ലേലൂയ നിശ്ചയം. ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതെനിക്ക് ലഭിച്ചു എന്നുള്ള വിശ്വാസം, നമ്മൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ അതെന്റെ കയ്യിലായി എന്നുള്ള വിശ്വാസം, അതാണ് നമ്മൾ മുന്നോട്ട്. വീണ്ടും എനിക്ക് തരണേ കർത്താവ് ഇഷ്ടമുണ്ടെങ്കിൽ കർത്താവെന്നോ, ആ പ്രാർത്ഥനയല്ല ഇവിടെ സത്യത്തിൽ വേണ്ടത്. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കത് തന്നിരിക്കാൻ സ്തോത്രം, ദൈവം ആ മറുപടി എനിക്ക് തന്നതിനായി സ്തോത്രം, അങ്ങനെ പറഞ്ഞ് കർത്താവിനെ പ്രൈസ് ചെയ്യാൻ ഇടയാവണം. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ സ്തോത്രം ആരും വിളിച്ചിട്ട് കയറി വന്നതല്ല, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് കർത്താവിനെ സേവിക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടത് ബോൾഡായിട്ടാ. ഏത് സമയത്തും എവിടെയും കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ കർത്താവദാസൻ പറയുന്നൊരു വാക്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സ്തോത്രം. എനിക്ക് ലജ്ജയില്ല. കർത്താവിനെ ഉയർത്താൻ എനിക്ക് ലജ്ജയില്ല. ഏത് തെരുവിലും ഏത് സമയത്തും ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ ഞാൻ എൻ്റെ കർത്താവിനെ ഉയർത്തും. അത് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ബോൾഡായിട്ട് കർത്താവിനെ സേവിച്ചാണ് ഒരു മനസ്സ്. അടുത്തത് സ്തോത്രം. നാം കോൺക്രേഴ്സാണ്. ഞാൻ പറഞ്ഞു, നാം കീഴടക്കുന്നവരാ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ജീവിതത്തിൽ വരുന്ന ഏത് ചലഞ്ചസിനെയും ധൈര്യത്തോടെ നേരിടാൻ സാധിക്കും. ധൈര്യത്തോടെ. ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നത് സ്തോത്രം, പകർന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്ര, പ്രതിസന്ധികളെ കണ്ട് ചാലഞ്ചസിനെ കണ്ട് ഭയപ്പെട്ടു പോകുന്നവരല്ല, സ്റ്റക്കായിട്ട് കർത്താവെ വൈ ലോഡ് എന്ന് ചോദിക്കുന്നത് നിർത്തിയിട്ട് താങ്ക് യു ലോഡ്, കർത്താവ് എനിക്ക് ഇതിലെ വഴി തുറക്കാൻ പോകുന്നു, ഞാൻ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായ ചില പാതയിലോട്ട് പരിശുദ്ധാത്മാവ് ഇതിലൂടെ എന്നെ കൊണ്ടുപോകാൻ പോകുന്നതിനായിട്ട്, എന്റെ കരം പിടിച്ചതിനായിട്ട് നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ബോൾഡായിട്ട് കറേജ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഞാൻ ചോസന, ഞാൻ കർത്താവിലാണ്, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അടുത്തത് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ ഫീലിങ്സ് ഒരിക്കലും നമ്മൾ ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റിയെ നിർണ്ണയിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ നിരാശപ്പെട്ടു പോകും, നമ്മൾ പിന്മാറ്റപ്പെട്ടു പോകും. ജീവിതത്തിലുണ്ടായ ഒരു പക്ഷെ പാസ്റ്റ് ലൈഫിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ, സ്തോത്രം, നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ശത്രു നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് വെക്കും, നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കും. പക്ഷേ അതിനോട് ഫൈറ്റ് ചെയ്യാൻ അനുവദിക്കാറ്. നേരെ കം ബാക്ക് ടു വേർഡ്, ദൈവത്തിന്റെ വചനത്തിലോട്ട് വരിക. കർത്താവ് എന്നെ കുറിച്ച് എന്താ പറയുന്നത്, കർത്താവ് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിക്കേ, അത് നമ്മൾ ഏറ്റുപറയാൻ തുടങ്ങിക്കേ, നിശ്ചയമായിട്ടും വിജയം നമ്മുടെ കരത്തിൽ ഉണ്ടാകും. നമ്മൾ വിജയത്തെ കാണുന്നവരാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ദൈവസനെ പ്രാർത്ഥിക്കാൻ ഇടവരണം. കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ്, മറ്റൊന്നും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, എന്റെ വിശ്വാസം കുറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ എന്റെ വിശ്വാസത്തെ എന്നിൽ നിന്ന് നടത്തി മാറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ അറിയാതെ അത് കുറയുന്നുണ്ടെങ്കിൽ, അപ്പാ സ്തോത്രം, അതിലോട്ട് കടന്നു വരുവാൻ എന്നെ സഹായിക്കണമേ. ആ ഒരു പ്രാർത്ഥന ശക്തിപ്പെടുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വിശാലമായ ഡോറുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. നിങ്ങൾ വിജയത്തെ തന്നെ കാണും. അങ്ങനെയുള്ള വലിയ വിജയങ്ങളെ കൈവശമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്ന വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ.